ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകം നോക്കാം. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവാ ഗുരുത്വാത്തത്ര നായാതാൻ ഭൃഗുഃ സംബോധ്യ ജാനയത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നഗാദയോ എന്ന് പറഞ്ഞാൽ നഗ എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. നഗാദയോ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ, അതായത് മഹാപർവ്വതങ്ങളൊക്കെ, മേരു തുടങ്ങിയ മഹാപർവ്വതങ്ങളൊക്കെയും യയുസ്തത്ര, യയുഹു തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യയുസ്തത്ര. യയു എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. എവിടെ? തത്ര, അവിടെ. ദേവഗന്ധർവദാനവാ, അപ്പോൾ പർവ്വതങ്ങൾ എത്തിച്ചേർന്നു. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നദികളും തടാകങ്ങളും വനങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ എത്തിച്ചേർന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ പറയുകയാണ് പർവ്വതങ്ങൾ, മേരു തുടങ്ങിയ മഹാപർവ്വതങ്ങൾ അവിടെ എത്തിച്ചേർന്നു. പിന്നെയോ ദേവഗന്ധർവദാനവാഹ, ദേവന്മാര്, ഗന്ധർവന്മാര്, പിന്നെയോ ഇവിടെ ചില ബുക്കുകളിൽ പാഠഭേദം കാണാം. ദേവഗന്ധർവ കിന്നരാഹ എന്നും കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. അപ്പോൾ കിന്നര എന്നുള്ളവർക്ക് കിന്നരന്മാർ, അല്ലെങ്കിൽ ദാനവ എന്നുള്ളവർക്ക് ദാനവന്മാരും, ദേവന്മാരും ഗന്ധർവന്മാരും ദാനവന്മാരും അല്ലെങ്കിൽ കിന്നരന്മാരും ഗുരുത്വാത്തത്ര നായാതാൻ ഭൃഗുഃ സംബോധ്യ ജാനയത്. ഗുരുത്വാത്തത്ര, ഗുരുത്വാദ തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗുരുത്വാത്തത്ര. ഗുരുത്വാദ് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് ഭാരം കൂടിയത്. അതായത് ഇവിടെ ഗുരുത്വാദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഗ്രഹാദി വിഷയാസക്തിയെയാണ്. നമുക്ക് പ്രാരബ്ധങ്ങൾ കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ലൗകിക ജീവിതത്തിനോട്, ഗൃഹാദി വിഷയങ്ങളോട് ഒരു ആസക്തി നമ്മളറിയാതെ നമ്മളിൽ ഉണ്ടാവാറുണ്ട്. അതിനെപ്പോഴും ഗുരുത്വം കൂടുതലായിരിക്കും, അഥവാ ഭാരം കൂടുതലായിരിക്കും. ബാക്കി ആത്മീയമായ കാര്യങ്ങൾ എപ്പോഴും ലഘുവായിരിക്കും. നമ്മളെ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, ഫ്രീ ആവുക. അതായത് പലതിൽ നിന്നും, ഈ ബന്ധനങ്ങളിൽ നിന്നും മുക്തരാകുമ്പം തന്നെ നമ്മൾ വളരെ ലഘുവായിട്ട് മാറും. എന്നാൽ ഈ ഗൃഹജീവിതത്തോട് അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തോട്, ഭൗതിക ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളറിയാം നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഭാരക്കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഗുരുത്വാദ് എന്ന് പറഞ്ഞത്. അതായത് ഈ ഗൃഹാദി വിഷയാസക്തി നിമിത്തം തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, നായാതാൻ എന്ന് പറഞ്ഞാൽ ന ആയാതാൻ ആണ്. നായാതാൻ അവിടെ എത്തിച്ചേരാനായില്ല. ആയാതാൻ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ന ആയാതാൻ എത്തിച്ചേരാനാവാത്തവർക്ക് ഭൃഗു സംബോധ്യ ജാനയത്. ഭൃഗു എന്ന് പറഞ്ഞാൽ ഭൃഗു മഹർഷി സംബോധ്യ, ബോധ്യപ്പെടുത്തിയിട്ട്, ഇതിൻ്റെ മഹത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ജാനയത്. ച ആനയതാണ് ജാനയത് എന്ന് പറഞ്ഞാൽ, ച എന്ന് പറഞ്ഞാൽ കൂടെ, അവരെയും എന്നുള്ള അർത്ഥത്തിൽ, അവരെയും കൂടി ആനയത് അവിടെ എത്തിച്ചു. അപ്പോൾ നോക്കൂ, ചില നമ്മുടെ ലൗകികമായ അല്ലെങ്കിൽ പ്രാരബ്ധം നിമിത്തം പലപ്പോഴും നമുക്ക് പല സത്സംഗങ്ങളിലും എത്തിച്ചേരാൻ കഴിയാതെ വന്നാൽ സജ്ജനങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ സത്സംഗം കൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ എത്താൻ കഴിയാത്തതാണെങ്കിൽ പോലും നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുന്നു. ഇതിവിടെ അതേപോലെയാണ്. ചില ഗൃഹാദി വിഷയങ്ങളിലെ ആസക്തി കൊണ്ട് അല്ലെങ്കിൽ ആ പ്രാരബ്ധങ്ങളുടെ ഒരു ബന്ധനം കൊണ്ട് പലർക്കും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോയവരെ പോലും ഭൃഗു മഹർഷി ഈ ഒരു ഭാഗവത കഥയുടെ മാഹാത്മ്യം, മഹത്വം പറഞ്ഞു കേൾപ്പിച്ച് അവരെ അത് ബോധിപ്പിച്ചുകൊണ്ട് അവരെയും ഈ ഒരു സത്സംഗവേദിയിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം ഒന്നുകൂടി നോക്കാം. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവാ
ഗുരുത്വാത്തത്ര നായാതാൻ ഭൃഗുഃ സംബോധ്യ ജാനയത്. ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേവഗന്ധർവദാനവാ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഗുരുത്വാത്തത്ര, അവിടെ താ കൂട്ടക്ഷരമാണ്, ഗുരുത്വാത്തത്ര, അത് ശ്രദ്ധിക്കുക. അതേപോലെ നായാതാൻ, ന ആയാതാനാണ്, അത് ആകാരം ദീർഘമായി വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഭൃഗു, അവിടെ വിസർഗമുണ്ട്. അതേപോലെ ചാനയത്, അവിടെയും ആനയതാണ്, അതും ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്ത നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. ദീക്ഷിതാ നാരദേനാഥ ദത്തമാസനമുത്തമം കുമാരാ വന്ദിതാ സർവൈർ നിഷേധു കൃഷ്ണതൽപരാ. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം. ദീക്ഷിത എന്ന് പറഞ്ഞാൽ ദീക്ഷിതന്മാരായിട്ടുള്ള, അതായത് ഇവിടെ സനകാദി മഹർഷിമാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരാണ് ഈ ഒരു സൽക്കർമ്മത്തിന്, അതായത് ഒരു കർമ്മം ചെയ്യുന്നതിനുള്ള ഒരു യോഗ്യത ഉണ്ടാവുക, അതിനുള്ള ഒരു ജ്ഞാനം, അതിൻ്റെ പൂർണ്ണതയിലെത്തിയവർക്ക് മാത്രമേ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യുക, സൽസംഗം നടത്തുക അതിന് കഴിയുകയുള്ളൂ. ഇവിടെ അതുകൊണ്ട് തന്നെ പറയുകയാണ് ദീക്ഷിത അഥവാ ആ സനകാദി മഹർഷിമാർ, ദീക്ഷിതന്മാരായിട്ടുള്ള സനകാദികളെ നാരദേന എന്ന് പറഞ്ഞാൽ നാരദ മഹർഷിയാൽ, അഥ അവിടെ. ഇനിയും നമ്മളപ്പോൾ കഴിഞ്ഞ ശ്ലോകം വരെ ഇവിടെ ആരൊക്കെയാണ് ഈ ഒരു വേദിയിലേക്ക് ഒഴുകിയെത്തിയത്, ഈ സത്സംഗത്തിലേക്ക് എത്തിച്ചേരാൻ ആർക്കൊക്കെയാണ് ഭാഗ്യം സിദ്ധിച്ചത് എന്നാണ് പറയുന്നതെങ്കിൽ, ഇനിയും അവരെ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവർക്ക് സ്ഥാനം കൊടുത്ത് അവരെ ഓരോരുത്തരെയും ഇരുത്തി ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിയത് എന്നുള്ളതാണ് പറയുന്നത്. പറയാണ് നാരദേനാഥ, അവിടെ ശ്രീ നാരദ മഹർഷിയാൽ ദത്തമാസനമുത്തമം, ദത്തം ആസനം ഉത്തമം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദത്തമാസനമുത്തമം. ദത്തം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട ആസനം, വളരെ ശ്രേഷ്ഠമായ ഇരിപ്പിടങ്ങളിൽ, ഉത്തമം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ, കുമാര എന്ന് പറഞ്ഞാൽ സനൽകുമാരാദി മഹർഷിമാർ വന്ദിത വണങ്ങിക്കൊണ്ട്. അപ്പോൾ ഈ സനൽകുമാരാദി മഹർഷിമാർക്ക് വേണ്ട ഇരിപ്പിടമൊക്കെ കൊടുത്ത്, കാരണം ദീക്ഷിതന്മാരാണ്, വളരെ ജ്ഞാനികളാണ്, ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ സനൽകുമാരാദി മഹർഷിമാരെ വേണ്ട ഇരിപ്പിടമൊക്കെ കൊടുത്ത് അവരെ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരുത്തിയിട്ട് അവരെ ആദ്യം ശ്രീ നാരദ മഹർഷി വണങ്ങി. അതിനുശേഷം വന്ദിത, അതിനുശേഷം സർവൈർനിഷേധു കൃഷ്ണതൽപര, സർവൈർനിഷേധു, അതായത് ഈ സനൽകുമാരാദി മഹർഷിമാരെ എല്ലാവരും ആദ്യം ശ്രീ നാരദ മഹർഷി വണങ്ങിയതിന് ശേഷം സർവൈർനിഷേധു, സർവൈഹി നിഷേധുഹോ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സർവൈർനിഷേധുഹോ. സർവൈഹി, സർവരും, നിഷേധുഹോ എന്ന് പറഞ്ഞാൽ ഇരുന്നു, അവരവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു. എങ്ങനെയുള്ളവർ? കൃഷ്ണതൽപരാഹ, ശ്രീകൃഷ്ണ ഭഗവാനിൽ തൽപരരായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഭക്തരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരല്ലേ ഭഗവാനെ അവിടുത്തെ കഥകൾ കേൾക്കാൻ ഓടിയെത്തൂ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ ഭക്തന്മാർ ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ദീക്ഷിതന്മാരായിട്ടുള്ള ആ സനൽകുമാരാദി മഹർഷിമാരെ ഈ ഒരു സത്സംഗത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആ സനൽകുമാരാദി മഹർഷിമാരാണ്. ആ സനൽകുമാരാദി മഹർഷിമാരെ അതുകൊണ്ട് തന്നെ മുഖ്യമായ ശ്രേഷ്ഠമായ ഇരിപ്പിടം കൊടുത്ത് ഇരുത്തിയിട്ട് ആ സനൽകുമാരാദി മഹർഷിമാരെ വണങ്ങിയിട്ട്, ശ്രീ നാരദ മഹർഷി വണങ്ങിയിട്ട്
അതിനുശേഷം എല്ലാവരും അവിടെ കൂടിയിരുന്ന ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ഇനിയും സാധാരണ ദീക്ഷിതന്മാരെ എന്ന് പറഞ്ഞാലും മന്ത്രദീക്ഷ നേടിയവരെയാണ് ദീക്ഷിതന്മാർ എന്ന് പറയാറുള്ളത്. ഇവിടെ സനൽകുമാരാദി മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാനോട് ഏറ്റവും അടുത്ത് ഒരു സമ്പർക്കത്തിൽ കഴിയുന്ന സനൽകുമാരാദി മഹർഷിമാരേക്കാൾ ഉത്തമരായിട്ടുള്ള ഒരു വിശിഷ്ടാതിഥി അവിടെ ഇല്ല എന്ന് ശ്രീ നാരദ മഹർഷിക്ക് തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ സനൽകുമാരാദി മഹർഷിമാരെ ആദ്യം ഉത്തമാസനത്തിലിരുത്തി വണങ്ങിയതിന് ശേഷം ശ്രീ നാരദ മഹർഷിയും മറ്റുള്ള ശ്രീകൃഷ്ണ ഭക്തരുമൊക്കെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദീക്ഷിത നാരദേനാഥ ദത്തമാസനമുത്തമം കുമാരാവന്ദിതാ സർവൈർനിഷേധു കൃഷ്ണതൽപരാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദത്തമാസനമുത്തമം, അവിടെ ദത്തം ആസനം ഉത്തമമാണ്. അതുകൊണ്ട് ദത്തമാസനമുത്തമം, അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക. ആസനം ഉത്തമം, അവിടെയും മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് കുമാരവന്ദിത, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ സർവൈർനിഷേധുഹു, അവിടെ ന കൂട്ടക്ഷരമാണ്, വിസർഗമുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് കൃഷ്ണതൽപരാഹ, വിസർഗമുണ്ട്, ദീർഘമുണ്ട്. തൽപരാഹ, അവിടെ നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു അവിടെ. ഇനി നമുക്കടുത്തത് 19ാമത്തെ ശ്ലോകം നോക്കാം. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിത. ഇനി അടുത്തത് ഈ ഒരു ശ്ലോകത്തിൽ ഓരോരുത്തരും ഇരുന്ന ആ ഒരു ക്രമത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പറയാണ് വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണ. വൈഷ്ണവാശ്ച എന്ന് പറഞ്ഞാൽ വൈഷ്ണവന്മാർ. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം അവിടെ ഓടിയെത്തിയത് തന്നെ ഈ വൈഷ്ണവന്മാരാണ്. അവർ വിരക്താശ്ച, അവർ എങ്ങനെയുള്ളവരാണ്? വിരക്തന്മാരാണ്. ഭഗവാനോടടുത്താൽ, ഭഗവാനോട് ഒരു പ്രേമഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനോടൊക്കെ സ്വാഭാവികമായും വന്നു ചേരുന്ന ഒന്നാണ് വിരക്തി. അങ്ങനെയുള്ള അവർ ന്യാസിനോ ബ്രഹ്മചാരിണ. ന്യാസിന എന്ന് പറഞ്ഞാൽ സന്യാസിമാർ, ബ്രഹ്മചാരിണ ബ്രഹ്മചാരികൾ, അതേപോലെ മുഖ്യഭാഗേ സ്ഥിതാസ്തേ മുഖ്യഭാഗേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥിതാസ്തേ അവർ വന്ന് സ്ഥാനമുറപ്പിച്ചു, അഥവാ അവർക്ക് അവിടെയാണ് ഇരിപ്പിടം കൊടുത്തത്. അപ്പോൾ വൈഷ്ണവന്മാർ, അതേപോലെ തന്നെ ഈ വിരക്തന്മാരായിട്ടുള്ളവർ, അഥവാ ഭഗവാനോട് അതിയായ പ്രേമഭക്തി ഉണ്ടായിട്ട് അവർക്ക് വിഷയവൈരാഗ്യം വന്നവരായിട്ടുള്ളവർ, പിന്നെയോ സന്യാസിമാർ, പിന്നെ ബ്രഹ്മചാരികളായിട്ടുള്ളവർ, ഇവർക്കൊക്കെയും മുഖ്യമായ ഇടങ്ങളിലൊക്കെയും ഇരിപ്പിടം കൊടുത്തു. പിന്നെ തദഗ്രേ നാരദ സ്ഥിത. തദഗ്രേ, തത് അഗ്രേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തദഗ്രേ. അവരുടെ അഗ്രേ എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത്, അവരുടെ മുൻപിലായിട്ട് നാരദ, ശ്രീ നാരദ മഹർഷി സ്ഥിത ഇരുന്നു. അപ്പോൾ അവരുടെ മുൻഭാഗത്തായിട്ട് ശ്രീ നാരദ മഹർഷി ഇരുന്നു. അപ്പോൾ നോക്കൂ, സനകാദി മഹർഷിമാർക്ക് പ്രധാന ഇരിപ്പിടം കൊടുത്ത് ശ്രീ നാരദ മഹർഷി വണങ്ങി ആദരിച്ച്, വേണ്ട വിധത്തിൽ ആദരിച്ച് ഇരുത്തിയതിന് ശേഷം പിന്നെയോ ബ്രഹ്മചാരികളായിട്ടുള്ളവർ, വൈഷ്ണവന്മാരായിട്ടുള്ളവർ, വിഷയവിരക്തി വന്നിട്ടുള്ള വിവേകികളായിട്ടുള്ളവർക്ക്, സന്യാസിമാർക്ക് ഒക്കെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിപ്പിടം കൊടുത്തു. അവരുടെയും മുൻഭാഗത്തായിട്ട്, കാരണം ഇവിടെ
ഈ സനൽകുമാരാദി മഹർഷിമാർ മുഖ്യ അതിഥികളായി ഇരിക്കുമ്പോൾ തൊട്ട് മുൻപിൽ തന്നെ ആരുണ്ട്? ശ്രീ നാരദ മഹർഷിക്ക് ഇരിപ്പിടം കൊടുത്തു. ശ്രീ നാരദ മഹർഷി തൊട്ട് മുൻപിൽ തന്നെ, ഇവരുടെ മുൻപിൽ എന്ന് പറഞ്ഞാൽ ശ്രീ നാരദ മഹർഷിയുടെ പിറകിലായിട്ടാണിപ്പോൾ വൈഷ്ണവന്മാരും മറ്റ് വിവേകികളും സന്യാസികളും അതേപോലെ ബ്രഹ്മചാരികളുമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ മുൻപിലായിട്ട് ശ്രീ നാരദ മഹർഷിയും ഇരിപ്പിടമുറപ്പിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണഃ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതഃ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ വരിയുടെ അവസാനം ബ്രഹ്മചാരിണ, അവിടെ വിസർഗമുണ്ട്. അതേപോലെ തദഗ്രേ, അവിടെ അഗ്രേയാണ് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ നാരദ സ്ഥിത, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സ്ഥിതാസ്തേ, അവിടെ സ്ഥ, ആദ്യത്തേത് ഥ ഖരാക്ഷരമാണ്, പിന്നെ തായാണ് രണ്ടിടങ്ങളിലും. സ്ഥിതാസ്തേ, സ്ഥിതാസ്തേ, അവിടെ രണ്ടിടത്തും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. 20ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ നോക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.